കർഷകരെ സഹായിക്കാത്തവർക്ക് വോട്ടില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ കർഷകർ സംഘടിച്ച് പ്രവർത്തിക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് എഞ്ചനാനിയൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക അതിജീവന യാത്രയുടെ താമരശ്ശേരി രൂപതാതല ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. കർഷകർക്കുമേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത വനം വകുപ്പ് തുടരുകയാണ്. കർഷകരെ സഹായിക്കേണ്ട സർക്കാർ സ്ഥാപനങ്ങൾ നോക്കുകുത്തികളായി മാറി. പ്രതിസന്ധിയിൽ കഴിയുന്ന കർഷകരെ ജപ്തി ചെയ്യാനാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ നീക്കമെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വൻകിട കമ്പനികളുടെ കോടിക്കണക്കിന് രൂപ എഴുതിത്തള്ളുന്ന സർക്കാർ നിസ്സാരമായ കടങ്ങൾക്ക് കർഷകരെ ദ്രോഹിച്ച് പെരുവഴിയിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനെതിരെ കർഷകർ ഒരുമിച്ച് നിൽക്കണം. കർഷകരുടെ മുഖ്യ ശത്രു വനം വകുപ്പാണ്. വരുന്ന പഞ്ചായത്ത്, നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളെ സഹായിക്കാത്തവർക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറയാനും അങ്ങനെ പ്രവർത്തിക്കാനും കർഷകർക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ഭരണാധികാരികൾ കർഷകർക്ക് മുന്നിൽ മുട്ടുകുത്തും. സർക്കാരുകളെ മുട്ടുകുത്തിച്ച ചരിത്രം കർഷകർക്കുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സർക്കാരുകളെ കേരളത്തിലെ കർഷക സമൂഹം ചവിട്ടിപ്പുറത്താക്കുമെന്ന് തലശ്ശേരി അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ കരുവഞ്ചാലി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. പാവപ്പെട്ടവന് വേണ്ടി നീതി നടത്തുവാൻ ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഹോദരന്റെ ജീവൻ കടുവയെടുത്തപ്പോൾ ആ കടുവയെ വെടിവെച്ച് കൊല്ലുവാൻ വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ പരാതി കൊണ്ടുപോയ മനുഷ്യരുള്ള നാടാണിത്. കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സർക്കാരുകളെ കേരളത്തിലെ കർഷക സമൂഹം ചവിട്ടിപ്പുറത്താക്കുമെന്ന് തലശ്ശേരി അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ കരുവഞ്ചാലി നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു. സംരക്ഷിക്കുന്നവരുടെ കൂടെ കൊടിയുടെ നിറം നോക്കാതെ എന്നും കർഷകൻ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർഷക ദ്രോഹത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി മുന്നേറുന്ന റാലിക്ക് ഒട്ടേറെ വാഹനങ്ങളുടെ അകമ്പടിയാണുള്ളത്. അതിജീവന യാത്ര കണ്ണൂരിലും കാസർഗോഡിലും കോഴിക്കോട് ജില്ലയിലും തലശ്ശേരിയിലുമെല്ലാം നൂറുകണക്കിന് പ്രദേശങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഹൈറേഞ്ചിന്റെ മടിത്തട്ടിലൂടെ കടന്ന് അനന്തപുരിയുടെ സമീപത്തേക്ക്